തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ച നാൾ മുതൽ ഭരണത്തിലേറാനുള്ള തീവ്ര ശ്രമം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഒടുവിൽ ഭാരതീയ രാഷ്ട്രീയ സമിതിയുടെ ഭരണ തുടർച്ച എന്ന പതിവ് നിർത്തി 2023 കോൺഗ്രസ് തെലങ്കാനയിൽ ഭരണം പിടിച്ചു. രേവന്ത് റെഡ്ഡി എന്ന നേതാവിന്റെ ചിറകിലേറി കുതിച്ചാണ് കോൺഗ്രസ് തെലങ്കാനയിൽ ഭരണത്തിലേറിയത്. കേവല ഭൂരിപക്ഷത്തേക്കാൾ 9 സീറ്റ് അധികം നേടിയാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരവും പിടിച്ചത്. രാജ്യത്ത് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ തുടർ തോൽവികൾക്കിടയിൽ കോൺഗ്രസിന് ആശ്വാസം പകർന്ന സംസ്ഥാനമാണ് തെലങ്കാന. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിനെ വലിയ പ്രതിസന്ധികൾ തുറച്ചു നോക്കിയിരിക്കുകയാണ്. ഇതാദ്യമായി തെലങ്കാന കോൺഗ്രസിന് വിമത ശല്യം ആക്രമിക്കുകയാണ്. 69 MLA-മാരാണ് തെലങ്കാനയിൽ കോൺഗ്രസിനുള്ളത്. അതേസമയം കേവല ഭൂരിപക്ഷത്തെക്കാൾ 9 MLA-മാർ അധികമായി അവിടെ പാർട്ടിക്കുണ്ട്. കോൺഗ്രസ് MLA-മാരിൽ 10 പേർ രഹസ്യയോഗം ചേർന്ന് സർക്കാരിനെതിരെ തിരിഞ്ഞതിന്റെ ഞെട്ടലിലാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. തെലങ്കാന ഏറെ കഷ്ടപ്പെട്ടാണ് കോൺഗ്രസ് പിടിച്ചെടുത്തത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആ പ്രയത്നം അപ്രസക്തമാവുകയാണ് 10 MLA-മാരുടെ ഈ നിലപാട് കൊണ്ടെന്ന് പറയേണ്ടിയും വരും. തെലങ്കാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് അടുത്തിരിക്കെയാണ് MLA-മാർ വിമത ശബ്ദമുയർത്തി രംഗത്ത് വരുന്നത്. ഗണ്ടിപ്പേട്ടിലുള്ള അനിരുദ്ധ് റെഡ്ഡി MLA-യുടെ ഫാം ഹൗസിലായിരുന്നു യോഗമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. MLA-മാരായ നൈനി രാജേന്ദ്ര റെഡ്ഡി, ഭൂപതി റെഡ്ഡി, NM ശ്രീനിവാസ് റെഡ്ഡി, മുരളി നായിക്, കുച്ചകുല്ല രാജേഷ് റെഡ്ഡി, സഞ്ജീവ് റെഡ്ഡി, അനിരുദ്ധ് റെഡ്ഡി, ലക്ഷ്മികാന്ത റാവു, ദൊന്തിമാധവ റെഡ്ഡി, ബീർല ഇലയ്യ എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. തെലങ്കാന കോൺഗ്രസ് സർക്കാരിൽ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ് ഈ MLA-മാർ. ഈ 10 MLA-മാർ കൂറുമാറുകയാണ് എങ്കിൽ കോൺഗ്രസ് സർക്കാർ താഴെ വീഴുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വിമത നീക്കം തടയാൻ ഹൈക്കമാൻഡ് അടക്കം നേരിട്ട് രംഗത്തിറങ്ങിയും കഴിഞ്ഞു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ നേരിട്ട് വിളിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. എന്താണ് തെലങ്കാനയിൽ നടക്കുന്നത് എന്നും MLA-മാർ എങ്ങനെ വിമത പക്ഷത്തെത്തി എന്ന ചോദ്യവും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായി വരുന്നുണ്ട്. ഇതിന് വ്യക്തമായ മറുപടി പറയാൻ പക്ഷേ രേവന്തിന് സാധിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ നാളുകളിൽ തെലങ്കാനയിൽ നടന്ന ചില അഴിമതി വാർത്തകളാണ് MLA-മാരെ എതിർചേരിയിലേക്ക് മാറ്റിയത് എന്നും പറയുന്നുണ്ട്. കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ പാസ്സാക്കാൻ കൈക്കൂലി ആവശ്യപ്പെടുന്ന ആരോപണം നേരിടുന്ന 2 മന്ത്രിമാരോടുള്ള എതിർപ്പാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് പിന്നിലെന്നാണ് വിവരം. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മന്ത്രിമാരുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. അഴിമതി ആരോപണങ്ങളിൽ മന്ത്രിമാരോട് മുഖ്യമന്ത്രി വിശദീകരണവും തേടിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കാര്യമായി പ്രതികരിക്കാതെ ഇരുന്ന രേവന്ത് റെഡ്ഡി MLA-മാരുടെ പരാതികൾ ഉടൻ പരിഹരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതോടെയാണ് ഒന്നനങ്ങിയത്. പിന്നാലെ MLA-മാരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് രേവന്ത് റെഡ്ഡി എല്ലാ മന്ത്രിമാർക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. MLA-മാരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കണമെന്നും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി മന്ത്രിമാരോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും വിമത MLA-മാരുടെ നീക്കം കോൺഗ്രസ് സർക്കാരിനെ പിടിച്ചു കുലുക്കുകയാണ് ഇപ്പോൾ.